Hi friends, അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു മട്ടൻ ബിരിയാണി ആയിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മസാലപ്പൊടികളൊന്നും ചേർക്കണില്ല, നമുക്ക് എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം. അപ്പോൾ ഇതെങ്ങനെ റെഡിയാക്കി എടുക്കണമെന്ന് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എടുത്ത മട്ടൻ നല്ലോണം കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുക. കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. ഞാനൊരു 2 കിലോ മട്ടനാണ് എടുത്തിരിക്കുന്നത്. അതിലേക്കൊരു 2 വലിയ കഷ്ണം ഇഞ്ചിയും പിന്നെ ഒരു 15ഓളം വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. പിന്നെ 12 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് എരിക്കനുസരിച്ച് എടുത്താൽ മതി. നമ്മളിതൊക്കെ മുളകും പൊടിയൊന്നും ചേർക്കണില്ല. പിന്നെ ഞാനൊരു 6 തക്കാളി എടുത്തിട്ടുണ്ട്. വലിയ തക്കാളിയൊക്കെ ആണെങ്കിൽ 4 തക്കാളിയൊക്കെ എടുത്താൽ മതി. അതൊന്ന് വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ മല്ലിയില ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്കിത് ഇട്ട് കൊടുക്കേണ്ടത് ഞാനൊരു ബേ ലീഫ് എടുത്തിട്ടുണ്ട്. നിങ്ങളടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ വേണ്ട. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് പട്ടയും പിന്നെ ഗ്രാമ്പും പിന്നെ ഏലക്കായാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതൊക്കെ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ നമുക്കിതൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് തൈരാണ്. അപ്പോൾ ഒരു 5-6 ടേബിൾ സ്പൂണോളം തൈര് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനി ഞാനിതൊക്കെ 2 സ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കുകയാണ്. നമ്മൾ RKG വാങ്ങൂലേ, അതാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരുപാട് വെള്ളം ചേർക്കരുത്, നമ്മളെ ഇറച്ചിയിൽ നിന്നും വെള്ളം ഇറങ്ങും. പിന്നെ നമ്മൾ ഈ ആടായതുകൊണ്ട് നല്ല നെയ്യുണ്ട്, അപ്പോൾ അതുണ്ടാകും. അപ്പോൾ അതുകൊണ്ട് കുറേ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. നമ്മളിത് വേവിക്കുമ്പോൾ ഒരു വിസിൽ വന്നിട്ട് പിന്നെ തീയൊന്ന് കുറച്ചേക്കുക. എന്നിട്ട് പിന്നെ ഒരു അരമണിക്കൂർ അങ്ങനെ വെക്കുക. എന്നിട്ട് തീ ഓഫാക്കുക. അപ്പോൾ നമ്മൾ വെല്ലുള്ളി ഇതിലേക്കൊന്ന് ഫ്രൈ ആക്കിങ്ങാണ്ടാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ 6 മീഡിയം സൈസിലുള്ള വെല്ലുള്ളിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് അതൊന്ന് അരിഞ്ഞങ്ങാണ്ട് പൊരിച്ചെടുത്തു. 1 കപ്പ് സൺഫ്ലവർ ഓയിലും 2-3 ടേബിൾ സ്പൂൺ നമ്മൾ നെയ്യും ചേർത്തിട്ടാണ് ഉള്ളി പൊരിച്ചെടുത്തത്. ഇനി അതിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന എണ്ണയിൽ തന്നെയാണ് ഞാൻ ചോറ് വെക്കുന്നത്. അപ്പോൾ വേപ്പിൻ്റെ ഇലയും ഏലക്കായും പട്ടയും ഗ്രാമ്പുമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് 1 ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് വെള്ളം, അങ്ങനെ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം തിളച്ച് വന്നിട്ട് നമ്മൾ അരി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ചോറ് വറ്റിച്ചെടുക്കുക. ഒന്ന് തിളച്ച് വന്നതിന് ശേഷം തീ കുറച്ച് വെച്ചാൽ മതി. എന്നിട്ട് വറ്റിച്ചെടുക്കുക. ചോറ് നല്ലോണം വെന്ത് പോകരുത്. ബിരിയാണി വെക്കാനുള്ള പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച മട്ടൻ ഒഴിച്ചു കൊടുക്കുക. അതിൻ്റെ ആ വെള്ളത്തോടുക്കനെ ഒഴിച്ചു കൊടുക്കണം. ഒരുപാട് വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് തിളപ്പിച്ചങ്ങാണ്ട് വറ്റിച്ചെടുത്താൽ മതി. നല്ലോണം വറ്റിക്കേണ്ട, കുറച്ച് നീരയിൽ വെക്കണം. എന്നിട്ട് നമ്മൾ പൊരിച്ചെടുത്ത ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുക. അതുപോലെ നമ്മൾ ബിരിയാണി മസാലയൊന്നും ഇട്ട് കൊടുത്തിട്ടില്ല, അത് ഞാൻ 1 ടേബിൾ സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ അത് കുറച്ച് നാരങ്ങ നീരും കൂടി ഒഴിച്ചു കൊടുക്കണം. അത് ഇളക്കി കൊടുക്കുക. കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ചോറിട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ ചോറിൻ്റെ അങ്ങനെ ഡീറ്റെയിൽ ആയി കാണിക്കാത്തത്, ഞാൻ മുന്നേ ഒരു ബിരിയാണി വെച്ചപ്പോഴും അതുപോലെ നെയ്ച്ചോറ് വെക്കണൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കേട്ടോ കാണിക്കുന്നത്, എപ്പോഴും കാണിക്കേണ്ട വെച്ചിട്ട്. ചോറിട്ടതിന് ശേഷം കുറച്ച് മല്ലിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് ബിരിയാണി മസാല ഇട്ട് കൊടുക്കുക. കുറച്ച് നെയ്യും ചേർത്ത് കൊടുക്കുക. അടുത്ത ലെയർ ചോറിടുക. ചോറിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മേലെ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അതുപോലെ കുറച്ച് നെയ്യും ഇട്ട് കൊടുക്കണ്ടേ. മസാലയും കുറച്ച് ഇട്ട് കൊടുക്കുക. പൊരിച്ച് വെച്ച ഉള്ളിയിൽ നിന്ന് കുറച്ചും പിന്നെ അതുപോലെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ട് കൊടുക്കുക. നന്നായിട്ട് അടച്ചേക്കാം. ഇതുപോലെ നമുക്ക് അരമണിക്കൂർ വെക്കണം. ബിരിയാണി ഒന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഞാൻ മട്ടൻ കഴിക്കാത്തതുകൊണ്ട് എനിക്ക് ഉണ്ടാക്കിയ കുക്കർ ബിരിയാണി ആയിട്ട് അപ്പുറത്തിരിക്കണത്. ബിരിയാണി വെക്കണതിന് ആ വീഡിയോ നാളെ ഇട്ടിട്ടുണ്ടായിരുന്നു. ആദ്യം ചെയ്യേണ്ടത് ഇതിൻ്റെ മേലൊന്ന് ചോറ് മാത്രമായിട്ട് എടുക്കുക. ചോറ് മാത്രം നമുക്ക് വേറൊരു പാത്രത്തിൽ ഒഴിച്ചാൽ ചോറ് എടുക്കുമ്പോൾ കുറച്ച് നമ്മൾ മസാലേൻ്റെ പറ്റിറക്കെടുക്കണം. ഇനി നമുക്ക് ഈ ചോറൊന്ന് മിക്സാക്കി വെക്കാം. അതാ ഇങ്ങനെയൊക്കെ നമ്മളെ ബിരിയാണീൻ്റെ റൈസ്. അപ്പോൾ നമുക്കിതൊക്കെ ഒരു സൈഡിലേക്ക് നമ്മളെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം.
വിളമ്പുമ്പോൾ നമുക്ക് ഇതിന് സൈഡിൽ നിന്ന് വെള്ള ചോറെടുക്കാം. നമ്മളിങ്ങനെ ചോറെടുത്തിട്ട് ഈ സൈഡിലേക്ക് നമുക്ക് ഇതിലെ കഷ്ണങ്ങൾ വിളമ്പാം. അപ്പോൾ ചോറൊക്കെ സൂപ്പറായി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് എല്ലാവരും നല്ല രസമുണ്ടെന്ന് പറഞ്ഞു. ഹസ്ബൻഡിൻ്റെ ഫ്രണ്ട്സും ഹസ്ബൻഡൊക്കെ പറഞ്ഞു. അവരാണ് ഇത് കഴിച്ച് നോക്കിയിട്ട്, ഞാൻ കഴിച്ചിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ മട്ടൻ വെക്കുമ്പോൾ അതിൽ ഉപ്പ് പോലും നോക്കൂല, കാരണം അത് അതിൻ്റെ മണമൊന്നും ഇഷ്ടമല്ല. പക്ഷേ ഉണ്ടാക്കും എല്ലാതും, മട്ടൻ കൊണ്ട് എല്ലാതും ഉണ്ടാക്കും. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതണോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത്.